പിന്നീടാണ് അത് മറ്റ് ശാഖകളിലേക്ക് ഇതിന് ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അത് ഈ ശാസ്ത്രത്തിന്റെ വൈപുല്യം കൊണ്ട്, അതിന്റെ മഹത്വം കൊണ്ട് എല്ലാ കാര്യത്തിലും ബന്ധപ്പെടാൻ സാധിക്കും. ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ സൂര്യൻ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നുവോ ആ ഞാറ്റുവേല. നമുക്ക് പരിചയപ്പോ തിരുവാതിര ഞാറ്റുവേല മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മകയിര ഞാറ്റുവേല. എന്താണ് ഈ ഗ്രഹപ്പകർച്ച, ഒപ്പം നക്ഷത്ര പകർച്ച എന്താണെന്നൊന്ന് പറഞ്ഞു തരണേ. പറയാൻ ശ്രമിക്കാം. ഈ ഗ്രഹങ്ങളെ ഇപ്പോൾ ജ്യോതിഷത്തില് നക്ഷത്രങ്ങളെ ഒരു ഗ്രഹങ്ങൾ എന്നുള്ള സംജ്ഞ കൊടുത്തിട്ടാണല്ലോ അറിയപ്പെടുന്നത്. ആ സംജ്ഞയിൽ നമുക്ക് ആദ്യം ഈ സൂര്യനെ എടുത്ത് നോക്കാം. മേടം 1-ാം തീയതി ഈ സൂര്യൻ മേടൻ രാശിയിൽ ഉദിച്ചു. രാശി എന്ന് പറയുന്നത് സർക്കുലേറ്റ് ചെയ്യുന്ന ഈ ഒന്നായിട്ടാണ്. ഈ ഭൂമി ഈ വലത്തോട്ട് പ്രദക്ഷിണം ചെയ്യുമ്പോൾ അപ്രദക്ഷിണം അതിൻ്റെ വിപരീതം. നമ്മൾ ഉദാഹരണത്തിന് ഒരു ബസ്സിൽ പോകുമ്പോൾ ഈ ദൂരെയുള്ള വൃക്ഷങ്ങളും കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ പുറകോട്ട് സഞ്ചരിക്കുന്നത് പോലെ ഈ രാശികൾ സഞ്ചരിക്കുന്നു എന്നാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൂര്യൻ മേടൻ രാശിയിൽ ഉദിക്കുന്നു. അത് ക്രമേണ ഒരു 30 ദിവസം കൊണ്ട് മേടൻ രാശി വിട്ടിട്ട് ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഒരു രാശി വിട്ട് മറ്റൊരു രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനെ സംക്രമം എന്ന് പറയാം. സംക്രമിക്കുക, ചെന്ന് ചേരുക, കൂടിച്ചേരുക എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ ആ സംക്രമിച്ചെത്തുന്നു എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഓരോ രാശികളിലേക്ക് ഈ ഗ്രഹങ്ങൾ, ഇതേപോലെ തന്നെ സൂര്യനെ പോലെ മറ്റു ഗ്രഹങ്ങളും ഒരു രാശി വിട്ട് മറ്റൊരു രാശിയിലേക്ക് പോകുന്നതിനെയാണ് ഈ ഗ്രഹപകർച്ച എന്ന് പറയുന്നത്. അഥവാ രാശി പകർച്ച, ഗ്രഹങ്ങളുടെ രാശി പകർച്ച എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പകർച്ച നക്ഷത്ര പകർച്ചയാണ്. 27 നക്ഷത്രങ്ങളാണുള്ളത്. 27 നക്ഷത്രങ്ങളെ ഈ 12 രാശികളിലേക്ക് വിന്യസിക്കുമ്പോൾ ഒരു രാശിയിൽ 2.25 നക്ഷത്രം എന്നാണ് നക്ഷത്രങ്ങളുടെ എണ്ണം വരിക. 2.25 × 12 വരുമ്പോൾ 27 കിട്ടും. അപ്പോൾ ആദ്യം തുടക്കമുള്ള നക്ഷത്രം അശ്വതിയാണ്. അപ്പോൾ സൂര്യൻ ഈ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യൻ അശ്വതി നക്ഷത്രവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ക്രമേണ അത് അശ്വതി നക്ഷത്രത്തിൽ കൂടി കടന്നുപോയി. ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമായിട്ടല്ല സങ്കല്പം, നക്ഷത്ര സമൂഹങ്ങളാണ്. അപ്പോൾ ഈ നക്ഷത്ര സമൂഹങ്ങളിൽ കൂടി കടന്നു പോകുക എന്ന് പറയുമ്പോൾ അതിന് നേരെ നമ്മളെ ആപേക്ഷികമായിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ അഥവാ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരേ ദിശയിൽ നിൽക്കുന്ന കാലം. അപ്പോൾ അത് ക്രമേണ അത് അശ്വതി നക്ഷത്രത്തിനെ കടന്ന് ഭരണി നക്ഷത്രത്തിലേക്ക് കടക്കും. അപ്പൊ സൂര്യൻ നിൽക്കുന്നത് ഭരണി നക്ഷത്രത്തിലാണ്. അപ്പൊ സൂര്യന്റെ നക്ഷത്ര പകർച്ച അശ്വതിയിൽ നിന്ന് ഭരണിയിലേക്ക് ഇന്ന സമയത്ത് ഭരണി നക്ഷത്രത്തിലേക്ക് പകരുന്നു. അതിന് വേറൊന്നും കൂടി പറയും, ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ സൂര്യൻ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നുവോ ആ ഞാറ്റുവേല. നമുക്ക് പരിചയപ്പോ തിരുവാതിര ഞാറ്റുവേല മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മകയിര ഞാറ്റുവേല ഉള്ളൂ. എല്ലാ സമയത്തും ഞാറ്റുവേലയുണ്ട് എന്നർത്ഥം. അപ്പൊ സൂര്യൻ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നതിന് ഞാറ്റുവേല എന്ന് പറയും. ഇതേപോലെ എല്ലാ ഗ്രഹങ്ങൾക്കും ഇത് ബാധകമാണ്. അപ്പോൾ ഓരോ ഗ്രഹവും ഏത് നക്ഷത്ര സമൂഹത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ ആ നക്ഷത്രത്തിലേക്ക്, നക്ഷത്ര സമൂഹത്തിന്റെ ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന സമയം അതിനെ നക്ഷത്ര പകർച്ച എന്ന് പറയും. അടുത്തതിലേക്ക് വരുമ്പോൾ അടുത്ത നക്ഷത്രത്തിന്റെ ആ നക്ഷത്ര പകർച്ച എന്ന് പറയുന്നു. അതാണ് ഈ ഗ്രഹപ്രകർച്ചയും നക്ഷത്ര പകർച്ചയും. ഇത് ശരിക്കും കൃഷിയുമായിട്ടും മനുഷ്യരുമായിട്ടും ആണോ ബന്ധപ്പെട്ടിരിക്കുന്നത്? അതിൽ കാര്യങ്ങളുണ്ട്. കാരണം ഈ അടുത്ത കാലം വരെ ഈ മനുഷ്യന്റെ ജീവിതം ഒറ്റ സംഗതിയെ ആശ്രയിച്ചിട്ടാണ്. എന്തിനെ ആശ്രയിച്ചിട്ടാണ്? ഉദാഹരണം, ഞാനൊക്കെ ജനിക്കുന്ന കാലം വരെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കൃഷിയെ ആശ്രയിച്ചിട്ടാണ് എല്ലാവരുടെയും ജീവിതം. ഒരു കച്ചവടമാണെങ്കിൽ ശരി, ഈ കാർഷിക വിഭവങ്ങളും പിന്നെ അത്യാവശ്യം വേണ്ടതായിട്ടുള്ള വസ്ത്രങ്ങൾ, കാര്യങ്ങളും അതും കൃഷിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ്. അടിസ്ഥാനം കൃഷി തന്നെയാണ്. അപ്പോൾ ഈ മനുഷ്യ ജീവിതം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഇത് ആദ്യം മുതൽക്ക് ബന്ധപ്പെടുന്നത് കൃഷിയായിട്ടാണ്.
പിന്നീടാണ് അത് മറ്റ് ശാഖകളിലേക്ക് ഇതിന് ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അത് ഈ ശാസ്ത്രത്തിന്റെ വൈപുല്യം കൊണ്ട്, അതിന്റെ മഹത്വം കൊണ്ട് എല്ലാ കാര്യത്തിലും ബന്ധപ്പെടാൻ സാധിക്കും, എല്ലാ കാലത്തും ബന്ധപ്പെടാൻ സാധിക്കും, കാര്യത്തിലേക്ക് ബന്ധപ്പെടാം. ഉദാഹരണം, ഒരു ജാതകം നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ സംവിധാനമൊന്നും നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ഈ കുട്ടിയെ കമ്പ്യൂട്ടർ വിദഗ്ധനാക്കാൻ സാധിക്കുമോ എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പേസ് വിദഗ്ധനാക്കാൻ സാധിക്കുമോ, നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നുണ്ട്. അത് പൗരാണിക കാലഘട്ടത്തിൽ ഈ സ്പേസ് വിദഗ്ധന് പകരം ഈ ജ്യോതിഷ ഗണിതത്തിൽ അഗ്രഗണ്യനാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അന്ന് പറയാൻ പറ്റിയിരുന്നത് ഇന്നൊരു സ്പേസ് വിദഗ്ധനാക്കാൻ സാധിക്കുമോ എന്ന് പറയാം. അപ്പോൾ കാലത്തിനനുസരിച്ച് യോജിപ്പിക്കാവുന്ന സംവിധാനങ്ങൾ ഈ ശാസ്ത്രത്തിന്റെ മഹത്വം കൊണ്ടും അതിന്റെ ഈ വൈപുല്യം കൊണ്ടും ഉള്ളത് കൊണ്ട് മറ്റു രംഗത്തേക്ക് കൂടി ഇത് ഇപ്പോൾ ബാധകമാണ്. ഏത് കാര്യത്തിലേക്കും ഇതിനെ ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ സ്പേസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് സയൻസായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ റോക്കറ്റ് വിക്ഷേപണമൊക്കെ നടത്തുമ്പോൾ മുഹൂർത്തം നോക്കാറുള്ളത് അല്ലേ? പലരും ഇതിനെ മറ്റൊരു തരത്തിലേക്ക് കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ കൂടെ കുറിച്ചൊന്നും അങ്ങ് വിശദീകരിക്കാൻ പറ്റുമോ? അങ്ങനെ കാണുന്ന ആളുകള് ഈ കലണ്ടർ മുതലുള്ളതായ കാലഗണന എന്ത് സംവിധാനത്തിൽ നിന്നാണ് ഉടലെടുത്തത്, അതെങ്ങനെയാണ് വികസിച്ചു വലുതായി ഇന്ന് മനുഷ്യനെ അങ്ങേ ചൊവ്വയിലേക്ക് വരെ എത്തിക്കാവുന്ന സംവിധാനത്തിൽ എത്തിച്ചത് എന്നുള്ളതായിട്ടുള്ള ചരിത്രം വേണ്ട പോലെ പഠിക്കാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ പറയുക. കാരണം ഇതൊരു സുപ്രഭാതത്തിൽ ഈ കലണ്ടർ ഒന്നും പൊട്ടി വീണതൊന്നുമല്ല. അനവധി അല്ലെങ്കിൽ മഹാന്മാരുടെ നിരന്തരമായിട്ടുള്ള നിരീക്ഷണം. ജാതകത്തിൽ തന്നെ ജ്യോതിഷത്തിൽ, ഗണിതത്തില് ദൃഗണിതം, പരഹിതം എന്നുള്ള നിരവധി സമ്പ്രദായങ്ങളുണ്ട്. എന്താണ് പട്ടാമ്പി കോളേജ് അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ അറിയപ്പെടുന്നത്, എന്താ നീലകണ്ഠ, പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല. അദ്ദേഹം ഭാരതപ്പുഴയുടെ മണലിൽ മലർന്നു കിടന്നിട്ടാണ് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയൊക്കെ നിരീക്ഷിച്ചിരുന്നേ എന്ന് ആണ് ഈ കേട്ടുകേൾവി. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയൊക്കെ നിരീക്ഷിക്കാവുന്ന ചില പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങൾ, ആ രേഖകൾ കടന്നു പോകുന്ന സ്ഥാനങ്ങൾ ഈ പൗരാണികന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉടുമലപ്പേട്ട, അതേപോലെ തന്നെ നമ്മുടെ സൂര്യക്ഷേത്രം, പുരി ജഗന്നാഥ ക്ഷേത്രം, അതൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അവര്. അപ്പോൾ ആ കാലഗണനയെ സംബന്ധിച്ചും ഈ ഗ്രഹങ്ങളുടെ ഗണിതത്തെ സംബന്ധിച്ചും പൗരാണികന്മാരുടെ സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായങ്ങൾ പരിഷ്കരിച്ച് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ എല്ലാത്തിലും ഉണ്ടല്ലോ കൊണ്ടുവന്നത്. ആ ഗണന സമ്പ്രദായം തന്നെയാണ് ഇന്നും തുടർന്നു വരുന്നത്. അത് പഠിക്കാത്തവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, പഠിച്ചവർക്ക്, അതിന്റെ സാമാന്യ ധാരണയുള്ളവർക്ക് അത് നിഷേധിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാര് നല്ല മുഹൂർത്തമൊക്കെ നോക്കുന്നത്. അവരറിവില്ലാത്ത ആളുകൾ അറിവുള്ള ആളുകളായതുകൊണ്ട് ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും ഇപ്പോഴും എന്താ പറയുന്നത്, ആചാരത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നു എന്നാണല്ലോ ഒരു പരാതി. ആചാരത്തിൽ അന്ധവിശ്വാസത്തെ, അന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ണ് കാണാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിസഹമല്ലാത്തത്. യുക്തിക്ക് നിരക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അന്ധവിശ്വാസമാവുക? അപ്പോൾ അതൊന്നും അന്ധവിശ്വാസമല്ല, നിങ്ങളുടെ യുക്തി കൊണ്ട് ചിന്തിച്ച് അതിനെ നേരെയാക്കി കാണേണ്ട വിഷയങ്ങളാണ്. നിങ്ങൾക്കറിയില്ല എന്നുള്ളത് കൊണ്ട് അത് ശരിയല്ല എന്ന് വരുന്നില്ല എന്നർത്ഥം. അത്രയേ ഉള്ളൂ. നന്ദി. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.